2025 ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതിനിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ്. BJP സംബന്ധിച്ചിടത്തോളമായാലും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളമായാലും തീർച്ചയായിട്ടും ബീഹാർ തെരഞ്ഞെടുപ്പ് 2025 ഏറ്റവും പുതിയ അഭിപ്രായ സർവേ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ജൂൺ മാസത്തിൽ നടന്ന സർവേയുടെ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ദേശീയ സർവേ ഏജൻസി. ഇത് പ്രകാരം ബീഹാറിൽ വലിയ തോതിലുള്ള ട്വിസ്റ്റുകൾ നടക്കുമെന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു സർവേയാണ് ഇപ്പോൾ ദേശീയ സർവേ പുറത്തുവിട്ടിരിക്കുന്നത്. എടുത്തു പറയാനായിട്ട് ബീഹാറിൽ വീണ്ടും NDA സർക്കാർ വരുമെന്നാണ് ഈ സർവേയിൽ വ്യക്തമായി പറയുന്ന കാര്യമെന്ന് പറയുന്നത്. പക്ഷേ അതിൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ വീണ്ടും തേജസ്വിയാണ് ഒന്നാമതെത്തി എന്നുള്ളത് തന്നെയാണ്. ചിരാഗിന് പിന്നിൽ പ്രശാന്ത് കിഷോറാണ് നിൽക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് 2025 ഏറ്റവും പുതിയ അഭിപ്രായ സർവേ പ്രകാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മറ്റൊരു അഭിപ്രായ സർവേ ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രകാരം ഇത്തവണ അതായത് ജൂൺ മാസത്തിൽ ഇൻസൈറ്റ് അവരുടെ സർവേ ഇപ്പോൾ വീണ്ടും പുറത്തിറക്കിയിരിക്കുകയാണ്. അതായത് ഈ സർവേ പ്രകാരം ബീഹാറിൽ NDA സർക്കാർ ആവർത്തിക്കാൻ പോകുന്നു എന്നും എന്നിരുന്നാലും മുഖ്യമന്ത്രിയായി തേജസ്വി യാദവാണ് ആദ്യ തെരഞ്ഞെടുപ്പിൽ വരുന്നതെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ചിരാഗ് പാസ്വാനേക്കാൾ ജൻസുരാജിലെ പ്രശാന്ത് കിഷോറും പിന്നിലാണ് എന്നുള്ളതുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അഭിപ്രായ സർവേകളിൽ മഹാസഖ്യം വോട്ടുകളുടെ കാര്യത്തിൽ 13% പിന്നിലായിരിക്കുകയാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇൻസൈറ്റിൻ്റെ അഭിപ്രായ സർവേ പ്രകാരമാണെങ്കിൽ ബീഹാറിൽ NDA സഖ്യം മഹാസഖ്യത്തേക്കാൾ മുന്നിലാണ് എന്നും എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് തേജസ്വി യാദവാണ് എന്നും NDAക്ക് 49% വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നും മഹാസഖ്യത്തിന് 36% വോട്ടുകൾ ലഭിക്കുമെന്നുമാണ് ഇൻസൈറ്റ് അഭിപ്രായ സർവേ പുറത്തിറക്കിയിരിക്കുന്നത്. പകുതിയിലധികം സ്ത്രീകളും NDA സർക്കാർ പിന്തുണയ്ക്കുന്നു എന്നും ഇൻസൈറ്റിന്റെ സർവേകൾ വ്യക്തമാക്കുന്നു. മഹാഗഠബന്ധനേക്കാൾ കൂടുതൽ പിന്തുണ NDAക്ക് ലഭിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തി. മെയ് മാസത്തിൽ നടത്തിയ സർവേക്ക് സമാനമാണ് ഇപ്പോൾ പുതുതായി ഇറക്കിയ ഈ സർവേ എന്ന് പറയുന്നത്. സർവേ പ്രകാരം NDAക്ക് പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നു എന്നും വ്യക്തമാക്കുന്നു. NDA അധികാരത്തിൽ വരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് 44% പുരുഷന്മാർ പറഞ്ഞിരിക്കുകയാണ്. അതേസമയം 55% സ്ത്രീകൾ BJP JDU സഖ്യത്തിന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. മഹാഗഠബന്ധന് 39% പുരുഷന്മാരുടെയും 31% സ്ത്രീകളുടെയും പിന്തുണ ലഭിച്ചു. പ്രായമനുസരിച്ച് 60 വയസ്സിന് മുകളിലുള്ളവരിലാണ് NDA ഏറ്റവും ജനപ്രിയമായത് എന്നുള്ളതും വ്യക്തമാവുന്നു. 53% ആളുകൾ NDAയെ പിന്തുണച്ചു. ഇതിനുശേഷം 40-49 വയസ്സിനിടയിലുള്ള 52% ആളുകളും പിന്തുണയ്ക്കുന്നു NDA. 50-59 വയസ്സിനിടയിലുള്ള 48% പേരും പിന്തുണയ്ക്കുന്നു BJPയെ. 18 മുതൽ 29 വയസ്സിനിടയിലുള്ളവരിൽ 48% ആളുകളും പിന്തുണയ്ക്കുന്നു. 30 മുതൽ 39 വയസ്സിനിടയിലുള്ള ആളുകളിൽ 46% പേരും പിന്തുണയ്ക്കുന്നു NDA. മഹാഗഠബന്ധന് 60 വയസ്സിന് മുകളിലുള്ളവരിൽ 39% ആളുകളാണ് പിന്തുണയ്ക്കുന്നത്. 50 മുതൽ 59 വയസ്സിനിടയിലുള്ള ആളുകളിൽ 38% പേർ പിന്തുണയ്ക്കുന്നു. 30 മുതൽ 39 വയസ്സിനിടയിലുള്ള ആളുകളിൽ 38% ആളുകൾ പിന്തുണയ്ക്കുന്നു. 18 മുതൽ 29 വയസ്സിനിടയിലുള്ളവരിൽ 34% ആളുകളും പിന്തുണയ്ക്കുന്നു. 40 മുതൽ 49 വയസ്സിലുള്ളവരിൽ 30% ആളുകളാണ് മഹാഗഠബന്ധനെ പിന്തുണയ്ക്കുന്നത്. ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങളുടെ ആദ്യ തെരഞ്ഞെടുപ്പ് ആരാണെന്നും സർവേ വെളിപ്പെടുത്തിയിരുന്നു. 38% ആളുകൾ തേജസ്വി യാദവിനെയാണ് മുഖ്യമന്ത്രിയായി ഇഷ്ടപ്പെടുന്നതെന്ന് സർവേ വ്യക്തമാക്കുന്നു. 36% ആളുകൾ ഇപ്പോഴും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് 38% തേജസ്വി യാദവും 36% നിതീഷ് കുമാറുമായിട്ട് തൊട്ടു പിന്നിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാർ. 4%-ലധികം ആളുകൾ ചിരാഗ് പാസ്വാനെയും 2%-ലധികം ആളുകൾ പ്രശാന്ത് കിഷോറിനെയും മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു. 2% ആളുകൾ മാത്രമാണ് ഉപമുഖ്യമന്ത്രി സാമ്രാട് ചൗധരിയെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത്. 12%-ലേറെ ആളുകൾ BJPയിൽ നിന്ന് ഒരു പുതിയ മുഖം മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു എന്നും വ്യക്തമാക്കിയിരിക്കുന്നു. തൊഴിലില്ലായ്മയാണ് അഭിപ്രായ വോട്ടെടുപ്പിലെ ഏറ്റവും വലിയ പ്രശ്നമായി കാണുന്നത്. സർവേയിൽ ജനങ്ങളോട് അവർ നേരിടുന്ന ഏറ്റവും
ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ 52% ആളുകളും തൊഴിലില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നമായി പറഞ്ഞിരിക്കുന്നത്. 45% പേർ പണപ്പെരുപ്പമാണെന്നും 41% പേർ അഴിമതിയാണെന്നും 37% പേർ വൈദ്യുതി, റോഡുകൾ, വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളാണെന്നും 19% പേർ ക്രമസമാധാന പ്രശ്നമാണെന്നും പറഞ്ഞിരിക്കുകയാണ്. മുന്നോക്ക ജാതിക്കാർ പൂർണ്ണമായും NDAക്കാണ് സപ്പോർട്ട് നൽകുന്നതെന്ന് ഈ സർവേ പറയുന്നു. ജാതി അടിസ്ഥാനത്തിൽ യാദവർ 56% പേരും, പട്ടികവർഗക്കാർ 53% പേരും, മുസ്ലിങ്ങൾ 68% പേർ എന്നിവർ മഹാസഖ്യത്തിനൊപ്പമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. മറ്റെല്ലാ ജാതിക്കാരും NDA ഇഷ്ടപ്പെടുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. നിതീഷ് കുമാറിന്റെ ജാതിയായ കുർമികളിൽ 85%-ലധികം പേർ NDAക്കൊപ്പമാണ് എന്ന് പറയുന്നു. ഹിന്ദു സവർണ ജാതിക്കാരിൽ 79% പേരും NDA ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. കോറി, കുഷ്വാഹ വിഭാഗത്തിൽ 66% പേരും, മുസദ്, പാസി വിഭാഗത്തിൽ 59% പേരും, യാദവ്, ഇതര, OBC വളരെ പിന്നോക്ക വിഭാഗങ്ങളിൽ 57% പേരും, NDA പോലുള്ള മറ്റു SC വിഭാഗങ്ങളിൽ 52% പേരും പിന്തുണയ്ക്കുകയാണ് NDA. രസകരമെന്ന് പറയാം, 32%-ലധികം പേർ യാദവർ NDAക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ സർവേയിൽ. തീർച്ചയായിട്ടും ഈ സർവേ നോക്കുമ്പോഴത്തേക്കും NDAക്ക് വ്യക്തമായ ഭൂരിപക്ഷം ബീഹാറിൽ ഉണ്ടാകുമെന്നാണ് ജൂൺ മാസത്തെ സർവേ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് NDA സപ്പോർട്ട് ചെയ്യുന്നതെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. പലതരത്തിൽ പല ജാതിയിൽ നിന്നും അതോടൊപ്പം തന്നെ മുന്നോക്ക ജാതിക്കാർ പൂർണ്ണമായും NDAക്കൊപ്പമാണ് എന്നും ഈ സർവേ വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൽ തേജസ്വി യാദവാണ് ഇപ്പോഴും 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് ഈ സർവേയും വ്യക്തമാക്കിയിരിക്കുന്നു. 38% കൊണ്ട് തേജസ്വി യാദവ് 1-ാം സ്ഥാനത്തും 36% കൊണ്ട് നിതീഷ് കുമാർ നിലവിൽ 2-ാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. എന്തായാലും ബീഹാറിൽ വരുന്ന സർവേകൾ പ്രകാരം പലതരത്തിലുമുള്ള ടെസ്റ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഏതൊക്കെ തരത്തിൽ NDAക്ക് നേട്ടമാകും, അതല്ല RJDക്ക്, കോൺഗ്രസിന്, ഇടതിന് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടമുണ്ടാകുമോ എന്നൊക്കെ തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.